ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് സോയ കൊണ്ടുണ്ടാക്കുന്നതായ ഒരു വെജിറ്റേറിയൻ ബീഫ് ഫ്രൈ. വളരെ രുചികരമാണത്. ഇത് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇറച്ചി വേവിച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒട്ടും സമയം കളയേണ്ട, റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് സോയാബീൻ കൊണ്ടുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് 250 ഗ്രാം സോയ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒരു 20 മിനിറ്റ് വെച്ചതാണ്. ഇപ്പോൾ ഇത് നല്ല ഒരുമാതിരിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് റണ്ണിങ് വാട്ടറിൽ ഒരു 4-5 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകണം. കഴുകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും കൈ കൊണ്ടെടുത്ത് നല്ലപോലെ ഞെക്കിയതിനകത്ത് വെള്ളം കളയണം. വെള്ളം പോകുകയെന്നുള്ളത് വളരെ മസ്റ്റാണ്. കാരണം നമ്മൾ പിഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരുമാതിരി പത പോലെ അതിനകത്തുനിന്ന് വരും. കറി വെച്ച് കഴിയുമ്പോൾ ആ വെള്ളാംശം അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. സോയ നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. 4-5 പ്രാവശ്യം റണ്ണിങ് വാട്ടറിൽ കഴുകി അതിനകത്ത് പത പോലെയുള്ളതെല്ലാം നല്ലപോലെ ഞെക്കി പിഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി അല്ല. ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് വൃത്തിയായിട്ട് നമുക്കൊന്ന് ഇളക്കി വെക്കാം. നല്ലതുപോലെ നമ്മൾ ഇളക്കി ഇത് മാറിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മൈദ ഒക്കെ ചേർക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ കൂടുതൽ എണ്ണ അതിനകത്ത് ചെല്ലില്ല. എണ്ണ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മൈദ ഒക്കെ ഇതിനകത്ത് ചേർത്ത് വെക്കുന്നത്. നമ്മൾ സോയ കറി വെക്കാൻ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും നമുക്കൊന്ന് വറുത്തെടുക്കണം. മല്ലിപ്പൊടി വറുത്തതാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമില്ല, എന്നാലും മുളക് പൊടി വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കുന്നത് ഇത് പ്രത്യേക ടേസ്റ്റാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ വറുക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ചെറിയ തോതിൽ ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റാം. തേങ്ങാക്കൊത്ത് വറുത്ത് പോരാൻ വേണ്ടി ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം. അതിലേക്ക് ഒരു പൊടി പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇളക്കി ഇത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. നമുക്കിനി സോയ വറുത്തെടുക്കാം. കുറച്ചെണ്ണ തേങ്ങ വറുത്തതിൻ്റെ ബാക്കി ഉണ്ടെന്ന് അതിലേക്ക് കുറച്ച് എണ്ണ കൂടെ നമ്മൾ മിക്സ് ചെയ്തു. ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വീതം ഈ സോയ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. സോയാബീൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ആ വറുത്ത എണ്ണയുടെ ബാക്കിയുള്ള ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ പാനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഇഞ്ച് നീളത്തിൽ ഒരു ഇഞ്ചി ചതച്ചത്, ഒരു 6-7 വെളുത്തുള്ളി അതും ചതച്ചത് ചേർത്താണ്. പച്ചമണം പോകുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം ശരിക്കും മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 സബോള ചെറിയ കനം കുറഞ്ഞ് അരിഞ്ഞാണ് അതുകൂടെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. സബോള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ എളുപ്പമാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ തെളിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. സബോള ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. എണ്ണയൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് വരും. ആ സമയത്ത് നമുക്ക് മസാലകൾ ചേർക്കാം. തക്കാളിയിൽ നിന്ന്
എണ്ണയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, നമ്മൾ മുമ്പേ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അതും ചേർക്കാം. 1 നുള്ള് കായപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ചേർക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്നതായ തേങ്ങാക്കൊത്ത് നല്ലപോലെ ഇളക്കി മിക്സാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് കോരി വെച്ചിരിക്കുന്നതായ സോയ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. ഈ സമയത്ത് ചെറുതായി അരിഞ്ഞതായ മല്ലിയില കുറച്ച് മേളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മേളിൽ കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 3 മിനിറ്റിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ രുചികരമായ ബീഫ് ഫ്രൈ മാറി നിൽക്കുന്ന രീതിയിലുള്ളതായ സോയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബീഫ് ഫ്രൈ ആണോ എന്ന് തോന്നിപ്പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ഒരു ഫ്ലെയിം, ഗരം മസാലയുടെ ഒരു ഫ്ലെയിമൊക്കെ ഇപ്പോൾ തന്നെ എൻ്റെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് തയ്യാർ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 6 ചുവന്നുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില. കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ജീരകത്തിൻ്റെയും ചുവന്നുള്ളിയുടെയും. ഉള്ളി മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ സോയയിലേക്ക് ചേർത്ത് കൊടുക്കാം. അടപ്പുകൊണ്ട് ഒന്ന് അടച്ചു വെക്കാം, അതിൻ്റെ മണമൊക്കെ പുറത്തു പോകാതെ. രുചികരമായ സോയ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ബീഫ് മാറി നിൽക്കും ഇതിന് മുമ്പിൽ. ഇത് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്ത് കാണുന്നതായ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്നതായ പുതിയ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഓക്കെ, ബൈ.